ലോകത്തെമ്പാടുമുള്ള പുരുഷന്മാർ തങ്ങളുടെ ലിംഗം ചെറുതാണെന്നും ഈ ഒരു വലിപ്പം വെച്ചിട്ട് പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നും ആശങ്കപ്പെടാറുണ്ട്. മിക്ക പുരുഷന്മാരും സ്വന്തം ശരീരാവയവമായ ലിംഗത്തിന് വലിപ്പം കുറവായിട്ടാണ് വിശ്വസിക്കുന്നത് എന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത്. മിക്ക പുരുഷന്മാർക്കും സ്വന്തം ശരീരത്തെക്കുറിച്ചും ലൈംഗിക അവയവത്തെക്കുറിച്ചുമുള്ളൊരു ധാരണ കുട്ടിക്കാലത്ത് തന്നെ രൂപപ്പെടുന്നുണ്ട്. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ സഹോദരന്റെയോ അല്ലെങ്കിൽ സുഹൃത്തിന്റെയോ പിതാവിന്റെയോ ലൈംഗിക അവയവം യാദൃശ്ചികമായി കാണുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ മാനസികമായിട്ട് മറ്റുള്ളവരുടെ ലൈംഗിക അവയവവുമായി സ്വന്തം ലൈംഗിക അവയവത്തെ താരതമ്യപ്പെടുത്താനും തുടങ്ങും. അപ്പോൾ തന്നെ ലൈംഗിക അവയവത്തെക്കുറിച്ചിട്ടുള്ളൊരു തെറ്റായ ധാരണ അവരുടെ മനസ്സിൽ രൂപപ്പെടുന്നു. എന്നാൽ ലൈംഗിക അവയവത്തിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ ഉത്കണ്ഠ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കൗമാരപ്രായത്തിലാണെന്ന് പറയാം. എന്നാൽ ആവശ്യത്തിന് വലിപ്പം ഉണ്ടെങ്കിൽ തന്നെയും പുരുഷന്മാര് തന്റെ ലൈംഗിക അവയവത്തെ നോക്കി കാണുന്നത് തെറ്റായ വീക്ഷണകോണിലാണ്. അതുകൊണ്ട് പലപ്പോഴും ലൈംഗിക അവയവത്തിന് വലിപ്പം കുറവുള്ളതായിട്ടാണ് സ്വയം മനസ്സിലാക്കി വെക്കുന്നത്. ഇത്തരത്തിൽ ലിംഗവലിപ്പത്തെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആശങ്ക ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ലൈംഗികപരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ടെത്തിച്ചേർക്കാറുണ്ട്. ലൈംഗിക അവയവത്തിന്റെ വലുപ്പത്തെക്കുറിച്ച് ഉത്കണ്ഠ ഉണ്ടായി കഴിഞ്ഞാൽ കാലക്രമേണ അത് നമ്മുടെ ഉദ്ധാരണത്തെ ബാധിക്കുന്നതാണ്. ഉദ്ധാരണത്തെ തുടക്കകാലത്ത് ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും ബാധിക്കുക. കാലക്രമേണ നമുക്ക് തീരെ ഉദ്ധാരണം കിട്ടാത്ത അവസ്ഥയിലോട്ട് അത് കൊണ്ടുചെന്ന് എത്തിക്കും. തുടക്കകാലത്ത് നമുക്ക് ഉദ്ധാരണം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരിക, അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ഉദ്ധാരണം കിട്ടാതെ വരിക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ്. ഈ ഒരു ഉത്കണ്ഠ നമ്മുടെ ഉദ്ധാരണത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ലൈംഗികപരമായിട്ടുള്ള താല്പര്യക്കുറവും നമ്മളിൽ വന്നു ചേരുന്നതാണ്. ലൈംഗിക താല്പര്യക്കുറവിലോട്ട് വന്നു ചേർന്ന് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാത്തവർ പുരുഷന്മാരാണെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യക്കുറവ് ഉണ്ടാവുകയും, വിവാഹം കഴിഞ്ഞ പുരുഷന്മാരാണെങ്കിൽ ലൈംഗിക ജീവിതത്തിനോട് തന്നെ ഒരു താല്പര്യക്കുറവ് ഉണ്ടാവുകയും ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഭാര്യയ്ക്ക് താല്പര്യം ഉണ്ടായിരിക്കാം, ഭർത്താവിന് താല്പര്യമില്ലാത്ത അവസ്ഥ വരുന്നു, അല്ലെങ്കിൽ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കുടുംബജീവിതത്തിൽ തന്നെ ഒരു വെല്ലുവിളിയായി തീരും. സന്തോഷവും സമാധാനവും നിലനിൽക്കേണ്ട കുടുംബത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതായി തീരുകയും ചെയ്യും.